ദിശ സഞ്ചരിക്കുന്ന ഓട്ടോയ്ക്ക് മുന്നിൽ റോഡിന് കുറുകെയായി ഒരു വാൻ വന്നു നിന്നതും ദിശയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്ലാനിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചു. ഇനിയിപ്പോൾ രണ്ടാം ഘട്ടമാണ് നടക്കാൻ പോകുന്നത്. ഏത് നിമിഷവും ഇവർ തന്നെ കൊണ്ടുപോകും, ദിശ ചിന്തിച്ചു. പ്രിയപ്പെട്ടവരുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു, കൂട്ടത്തിൽ അഗസ്ത്യയുടെയും. അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. എന്നെ രക്ഷിക്കാൻ വരുമെന്ന് വാക്ക് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത്? സ്വയമേ അതും പറഞ്ഞവൾ ആഞ്ഞൊരു ശ്വാസം വലിച്ചു ഓട്ടോയിൽ നിന്നിറങ്ങി. മുന്നിൽ നിൽക്കുന്ന കറുത്ത വാൻ കാണും തോറും അവളുടെ ഉള്ളിൽ ഭയം ഉടലെടുത്തു. ആരാത്? ദിശ വണ്ടിയുടെ ഗ്ലാസ്സിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. വണ്ടിയുടെ ഗ്ലാസ് താഴ്ന്നു വന്നു. അതേ സമയത്താണ് പിറകിൽ നിന്ന് ആരോ വന്ന് അവളുടെ മുഖത്തേക്ക് എന്തോ ഒരു മരുന്ന് സ്പ്രേ ചെയ്യുന്നത്. അതോടെ അവളുടെ ബോധം നഷ്ടപ്പെട്ടു. ദിശ കണ്ണു തുറക്കുമ്പോൾ ചുറ്റിലും ഇരുട്ട് മാത്രം. അവൾ ചാടി എഴുന്നേറ്റ് ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞു. ചുവരിലെ സ്വിച്ച് ബോർഡ് കയ്യിൽ തടഞ്ഞതും അവൾ ഒരു സ്വിച്ച് അമർത്തി. മുറിയിൽ വെളിച്ചം പരന്നു. അന്നേരം മുന്നിൽ കണ്ട കാഴ്ചയിൽ ദിശ തറഞ്ഞു പോയിരുന്നു. കസേരകളിൽ കൈകാലുകൾ ബന്ധിപ്പിച്ചു കെട്ടിയ നിലയിൽ ജിഷയും സനയും ജനനിയും. 3 പേർക്കും ബോധമില്ലായിരുന്നു. ദിശ അവരുടെ അരികിൽ ചെന്ന് തട്ടി വിളിച്ചു നോക്കി. 3 പേരും വിളി കേട്ടില്ല. അവരപ്പോഴും മയക്കത്തിൽ തന്നെയാണ്. തറയിൽ കിടക്കുന്ന സിറിഞ്ചും മരുന്നു കുപ്പിയും കണ്ടതും മൂവരെയും മയക്കി കിടത്തിയതാണെന്ന് മനസ്സിലാക്കിയ ദിശ ചുറ്റും കണ്ണോടിച്ചു. തുറന്നു കിടക്കുന്ന ഡോർ കണ്ടതും അവൾ മുന്നോട്ട് നടന്നു. ആരാണ് ഇതിന് പിന്നിൽ എന്നറിയാതെ അവൾക്ക് സമാധാനമില്ലായിരുന്നു. അവൾ നേരെ ചെന്ന് പെട്ടത് ഗുണ്ടകളുടെ മുന്നിലേക്കാണ്. അവർ 5-6 പേരുണ്ടായിരുന്നു. 4 പേര് കൂട്ടം കൂടി ചീട്ട് കളിക്കുന്നുണ്ട്. ഒരുത്തൻ പുക വലിക്കുന്നുണ്ട്. വേറൊരുത്തൻ കയ്യിലേക്ക് എന്തോ ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. ദിശയെ കണ്ടതും അവന്മാർ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ആഹാ, മോൾ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റോ? ഡ സാബുവേ, നിന്റെ മരുന്നിന്റെ പവർ പോരല്ലോ. ഗുണ്ടകളിൽ ഒരുത്തൻ ചീട്ടുകളി നിർത്തി പോക്കറ്റിൽ നിന്നെടുത്ത ഗൺ ഉയർത്തി പിടിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു. നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ദിശയുടെ ചോദ്യം കേട്ട് അവൻ ഉറക്കെ ചിരിച്ചു. ഞങ്ങളെ കണ്ടിട്ട് മോൾക്ക് മനസ്സിലായില്ല? ഞങ്ങളെ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സാണ്. ലോ കോളേജിലെ 3 പെൺകുട്ടികളെയും 4ാമത്തെ ഇരയായ നിന്നെയും പൊക്കിയത് ഞങ്ങളാ, അവൻ പറഞ്ഞു. എന്തിനാ നിങ്ങൾ ഇത് ചെയ്യുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? ദിശയാണ് ചോദിച്ചത്. അതൊക്കെ വഴിയെ നിനക്ക് മനസ്സിലാവും. എന്തായാലും ഇന്നത്തോടെ ആ 3 പേരും കൊല്ലപ്പെടും. പിന്നെ നീ. മറ്റൊരു ഗുണ്ട അവളുടെ അരികിൽ വന്നു വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അവനെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെടാനൊരുങ്ങി. അന്നേരം 2 ഗുണ്ടകൾ ചേർന്ന് അവളെ പിടിച്ചു വെച്ചു. മറ്റൊരുത്തൻ അവളുടെ നെറ്റിയിലേക്ക് ഗൺ ചൂണ്ടി നിൽപ്പുണ്ട്. ഡി, നിന്റെ വിളച്ചിലേ ഞങ്ങളുടെ അടുത്ത് ചിലവാകില്ല. ഞങ്ങളുടെ ബോസ് ഒന്ന് വന്നോട്ടെ, അതോടെ നിന്റെ ചൊറിച്ചിൽ ഞങ്ങളങ്ങ് തീർത്ത് തരുന്നുണ്ട്. അതിലൊരുത്തൻ അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞുകൊണ്ട് വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. അവളുടെ ചുണ്ടിൽ അവൻ തോക്കു ചുക്കൊണ്ട് ഉരസി തൻ്റെ ചുണ്ട് കടിച്ചതും അവൾക്ക് അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും അറപ്പ് തോന്നി. വിടട പട്ടി. ദിശ അവൻ്റെ അടിനാഭിക്ക് ഒരു തൊഴി കൊടുത്തതും വേദന കൊണ്ടവൻ പുളഞ്ഞു. ഡി, നീ അങ്ങ് കൂടുതൽ ആളാവല്ലേ. നീ വെറും പെണ്ണ, വെറും പെണ്ണ്. ആ ഗുണ്ട അവളുടെ മുടിക്കുത്തിന് പിടിച്ചുകൊണ്ട് അവളുടെ മുഖവും നെറ്റിയും ചുവരിലേക്ക് 2-3 തവണ ഇടിച്ചു. ദിശയുടെ നെറ്റി പൊട്ടി രക്തം വരുന്നുണ്ടായിരുന്നു. അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. കണ്ണിൽ ഇരുട്ട് പടർന്നു. അഗസ്ത്യ സാർ എന്താ വരാത്തത്? ഇനി ഇവന്മാരുടെ കൈ കിടന്ന് മരിക്കാനാണോ തനിക്ക് വിധി? അന്നേരം അവൾ ചിന്തിച്ചു. ഇതേ സമയം ദിശയുടെ കഴുത്തിലെ ലൊക്കേഷൻ ട്രാക്കർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്തതിനാൽ അഗസ്ത്യ വണ്ടിയുടെ ഡാഷ്ബോർഡിലേക്ക് ആഞ്ഞിടിച്ചു. എന്തു പറ്റി സാർ? ആര്യൻ കാര്യം തിരക്കി. ദിശയുടെ കഴുത്തിലെ ചെയിന് കിടക്കുന്ന ട്രാക്കർ ചിപ്പ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ? അഗസ്ത്യ പറഞ്ഞത് കേട്ട് ആര്യൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. എന്നുവെച്ചാൽ ആരും അത് മനഃപൂർവ്വം നശിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ഓപ്പറേഷൻ്റെ സീക്രട്സ് എങ്ങനെയോ ചോർന്നിട്ടുണ്ട്. അഗസ്ത്യ പറഞ്ഞത് കേട്ട് ആര്യനും ശാലിനും ഒന്ന് നടുങ്ങി. സർ, ഇന്നലത്തെ നമ്മുടെ ഡിസ്കഷനിലെ ഈ രഹസ്യം എങ്ങനെ ചോർന്നു? ശത്രുവിനെ സഹായിക്കുന്ന ഒരു സ്പൈ വർക്കർ നമ്മുടെ പോലീസ് ഫോഴ്സിനകത്തുണ്ട് എന്നല്ലേ ഇതിനർത്ഥം? ഇതിപ്പോൾ ഞാനും ആര്യൻ സാറും അടക്കം ഇന്നലെ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരെയും സംശയിക്കാവുന്നതാണ്. പിൻ സീറ്റിലിരുന്നുകൊണ്ട് ഷാലിനാണ് അക്കാര്യം പറഞ്ഞത്. ഹേനോ, നിങ്ങൾ ഇതൊരിക്കലും ചെയ്യില്ല, അത് എനിക്ക് ഉറപ്പാണ്. മറ്റാരുമാണ് ഇത് ചെയ്തത്. എവിടെയോ നമുക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും സാർ?
ആര്യൻ്റെ ചോദ്യത്തിന് അഗസ്ത്യ ഒന്ന് പുഞ്ചിരിച്ചു. നോക്കാം, എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരാതിരിക്കില്ല. ആത്മവിശ്വാസത്തോടെയുള്ള അഗസ്ത്യയുടെ പറച്ചിൽ കേട്ട ആര്യൻ്റെ മുഖം സംശയത്താൽ ചുളുങ്ങി. ദിശയുടെ ഡ്രസ്സിൽ ഘടിപ്പിച്ച ബ്ലൂടൂത്ത് ഹിഡൻ ക്യാമറയുടെ കാര്യം അപ്പോഴാണ് അവൻ അവരോട് പറയുന്നത്. അവൻ തൻ്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ മുഖേന ദിശയുടെ ഡ്രസ്സിൽ ഘടിപ്പിച്ച ക്യാമറയുമായി കണക്ട് ചെയ്തു. അതിലൂടെ ദൃശ്യമായ കാഴ്ചകൾ കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഗുണ്ടകളിൽ ഒരുത്തൻ അവളുടെ മുടിയിൽ പിടിച്ചു ചോരിലേക്ക് ഇടിക്കുന്നു. ദിശയുടെ നെറ്റി പൊട്ടി രക്തം വരുന്നുണ്ടായിരുന്നു. സർ, ഇത് എവിടെയാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആര്യൻ്റെ ചോദ്യം അത് ന്യായമായിരുന്നു. ഒരിക്കലും ബ്ലൂടൂത്ത് ഡിവൈസ് ലൊക്കേഷന് കണ്ടെത്താൻ സഹായിക്കില്ല. അതെനിക്കും അറിയാടോ. അത്രയും പറഞ്ഞ അഗസ്ത്യ തൻ്റെ ശ്രദ്ധ മുഴുവൻ ലാപ്ടോപ്പിലെ ദൃശ്യത്തിലേക്ക് പതിപ്പിച്ചു. ആര്യൻ, ഷാലിൻ, നിങ്ങൾക്ക് ഈ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അഗസ്ത്യയുടെ ചോദ്യത്തിന് ഇരുവരും ഇല്ലെന്ന പോലെ തലയണക്കി. ദിശയുടെ കഴുത്തിൽ ഗുണ്ടയുടെ പിടിമുറുകി. ദിശ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരമാണ് ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് ബോക്സൊക്കെയും തട്ടിമാറ്റി അർജുൻ അവരുടെ ഇടയിലേക്ക് ചാടി വരുന്നത്. അവൻ്റെ പ്രവൃത്തിയിൽ ഗുണ്ടയുടെ കയ്യിലെ തോക്ക് തെറിച്ചു വീണു. ആ ഗൺ കൈപ്പിടിയിൽ ഒതുക്കിയ അർജുൻ ഗുണ്ടകൾക്ക് നേരെ ഗൺ ചൂണ്ടി അവളിൽ നിന്നുള്ള പിടി വിടുവിച്ചു. ദിശ നേരിയ ആശ്വാസത്തോടെ അർജുൻ്റെ പിറകിൽ വന്നു നിന്നു. ദിശയുടെ നെറ്റിയിലെ രക്തം കണ്ട് അർജുൻ ദേഷ്യത്തോടെ ഗുണ്ടകളിൽ ഒരുവൻ്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്തു. തങ്ങൾക്ക് നേരെ അടുക്കുന്ന ബാക്കി ഗുണ്ടകൾക്ക് നേരെ അർജുൻ ഗൺ ചൂണ്ടി അവരെ ഭയപ്പെടുത്തി. ദിശ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അർജുൻ്റെ ചോദ്യം കേട്ട് അവൾ ഇല്ലെന്ന പോലെ തലയണക്കി. അജു, നമ്മുടെ സനയും ജനനയും ജീനയും അവരെവിടെ തന്നെയുണ്ട്. എടാ, നമുക്ക് അവരെ കൂടി രക്ഷപ്പെടുത്തണം. അജു, നിൻ്റെ ഫോൺ എവിടെയാടാ? ഞാൻ അഗസ്ത്യ സാറിനെ ഒന്ന് വിളിക്കട്ടെ. സാറ് വന്ന് വേണ്ടത് ചെയ്തോളും. ഒരു പക്ഷേ സാർ ഇങ്ങോട്ട് എത്താറായിട്ടുണ്ടാവും എന്നും പറഞ്ഞ് അവൾ തൻ്റെ കഴുത്തിലെ ചെയിനിന് വേണ്ടി പരതി. തൻ്റെ കഴുത്തിലെ ചെയിൻ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൽ അവളുടെ മുഖം പൊടുന്നനെ മങ്ങി. നീ എന്താ ദിശ അന്വേഷിക്കുന്നത്? എൻ്റെ ചെയിൻ കാണുന്നില്ല. അതാ ഞാൻ അന്വേഷിക്കുന്നത്. അർജുൻ്റെ ചോദ്യത്തിന് ദിശ വാടിയ മുഖത്തോടെ മറുപടി പറഞ്ഞു. ഇതാണോ നിൻ്റെ ചെയിൻ? അർജുൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെയിൻ എടുത്ത് അവൾക്ക് നേരെ ഉയർത്തി. ആ അതെ, ഇത് തന്നെയാണ് എൻ്റെ ചെയിൻ. അജു, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയേ? അവൻ്റെ കയ്യിൽ നിന്നും ചെയിൻ വാങ്ങിക്കൊണ്ട് ദിശ ചോദിച്ചു. അന്നേരം അർജുൻ ഉറക്കെ ചിരിച്ചു. അർജുൻ്റെ ചിരി കണ്ട ദിശ സംശയത്തോടെ അവനെ നോക്കി. നീ എന്താ അജു ഇങ്ങനെ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കും ദിശ? ആ DCPയെ വിശ്വസിച്ചു നീ ഇങ്ങോട്ട് പുറപ്പെട്ടത് ഓർക്കുമ്പോഴേ എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും സ്വയം കുഴി തോണ്ടോ? അജു, നീ എന്തൊക്കെയായി പറയുന്നേ? ഒന്നും മനസ്സിലാവാതെ ദിശ അവനെ നോക്കി. അന്നേരം അർജുൻ തൻ്റെ കയ്യിലെ ഗൺ ദിശയുടെ നെറ്റിയോട് അടുപ്പിച്ചതും ദിശയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അജു, നീ അപ്പോൾ? ദിശയ്ക്ക് വാക്കുകൾ മുഴുവനാക്കാനായില്ല. യെസ്, ഞാൻ തന്നെയാണ്. ലോ കോളേജ് മിസ്സിംഗ് സീരീസ് ആസൂത്രണം ചെയ്തതും അത് നടപ്പാക്കിയതും ഞാൻ തന്നെയാണ്. അർജുൻ ഒരു തരം ചിരിയോടെ പറഞ്ഞു. എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നേ? ദിശയുടെ സ്വരം ഇടറി കണ്ണുകൾ നിറഞ്ഞു വന്നു. നിനക്ക് വേണ്ടി. അർജുൻ്റെ മറുപടി അവളെ പെണ്ണെ നടുക്കി. എനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടി നീ എന്തിനിതൊക്കെ ചെയ്യണം? എന്തിനാണെന്നോ? നിനക്കറിയില്ലേ ദിശ, എനിക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടമാണെന്ന്. 3 വർഷമായി ഞാൻ നിന്നെ ഈ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നു. ഞാൻ ഇഷ്ടം പറയുമ്പോഴൊക്കെ നിനക്കതൊരു തമാശ. നിന്നെ വെട്ടുകളയാൻ ഞാൻ ഒരുക്കല്ലായിരുന്നു. കാരണം നീ എന്നാ എനിക്ക് ഭ്രാന്തായിരുന്നു. അതിനിടയിലാണ് പുതുതായി വന്ന സാറിന് നിന്നോടൊരു താല്പര്യം തോന്നുന്നത്. നീയും സാറും പ്രണയത്തിലാണെന്ന് വരെ പലരും പറഞ്ഞു തുടങ്ങി. അതറിഞ്ഞതും ഞാൻ തന്നെയാണ് ആ സാറിനെ ഇരുട്ടടി കൊടുത്ത് തളർത്തി കിടത്തിയത്. ഒരു ഞെട്ടലോടെയാണ് ദിശ ഇതൊക്കെയും കേട്ടു നിന്നത്. എന്നോടുള്ള ഇഷ്ടത്തിന് നീ എന്തിനാ അർജുൻ ആ പാവങ്ങളെ കൂടി കിഡ്നാപ്പ് ചെയ്തത്? അവരെന്ത് തെറ്റാണ് എന്നോട് ചെയ്തത്? അവരാരും ഒരു തെറ്റും ചെയ്തില്ല. തെറ്റ് ചെയ്തത് നീയാണ് ദിശ. എൻ്റെ സ്നേഹം നീ നിരസിച്ചു. ഇപ്പോൾ നീ മറ്റൊരുത്തൻ്റെ ഭാര്യയാവാൻ പോകുന്നു. നിന്നെ എനിക്ക് സ്വന്തമാക്കണമായിരുന്നു. അതിന് ഞാൻ കണ്ടെത്തിയ വഴിയാണിത്. ഒരു തെളിവ് പോലില്ലാത്ത കിഡ്നാപ്പിംഗ്. അന്വേഷണം വഴി തിരിച്ചുവിടാൻ വേണ്ടിയാണ് ആദ്യം 3 പേരെ കിഡ്നാപ്പ് ചെയ്തത്. അതിലെ 4ാമത്തെ ഇരയാണ് നീ. അപ്പോൾ നീ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണല്ലേ? നിന്നെ ഞാൻ കൊല്ലുക? അതിനെനിക്ക് പറ്റുമോ ദിശ? നിന്നെ ഞാൻ വളർത്താനാണ് കൊണ്ടുപോകുന്നത്. എങ്ങോട്ടാണെന്നോ? അങ്ങ് ദൂരെ. ഞാനും നീയും മാത്രമായുള്ള ഒരിടം. ഒരു മനുഷ്യക്കുഞ്ഞു പോലും
ഒരു മനുഷ്യക്കുഞ്ഞു പോലും വരാത്ത ഒരിടം. നിനക്ക് ഭ്രാന്താണോ അർജുൻ? ഞാനെങ്ങും വരില്ല. എനിക്ക് നിന്നോട് ഒരിക്കലും പ്രണയം തോന്നില്ല അർജുൻ. നീ എൻ്റെ ഫ്രണ്ടായിരുന്നു ഇന്നലെ വരെ. ഇന്നെനിക്ക് നിന്നോട് അറപ്പും വെറുപ്പും മാത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിലേക്ക് പോവുക. അതും പറഞ്ഞ് ദിശ അവനെ തള്ളി മാറ്റി പോവാനൊരുങ്ങി. അന്നേരം അവൻ ഒരു കൈയാൽ അവളുടെ കഴുത്തിൽ പിടിച്ചു, മറുകൈയാലെ അവളുടെ തലക്ക് നേരെ ഗൺ ചൂണ്ടി. അർജുൻ വിട്, വിട് അർജുൻ. ദിശ, നിന്റെ ഈ ഗന്ധമുണ്ടല്ലോ, അതെന്നെ എത്രയോ തവണ മത്ത് പിടിപ്പിച്ചിട്ടുണ്ടെന്നോ. വല്ലാത്ത ഭാവത്തോടെ അർജുൻ അവളിലെ ഗന്ധം ആഞ്ഞു ശ്വസിച്ചു. നിനക്ക് വേണ്ടത് എന്നെയല്ലേ, പിന്നെന്തിനാ ആ പാവങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നത്? അവരെ വെറുതെ വിട്ടൂടെ? അതെങ്ങനെ ശരിയാവും ദിശ? എൻ്റെ പ്ലാൻ പൂർണ്ണമാവണമെങ്കിൽ അവരുകൂടി വേണമായിരുന്നു. ഇന്ന് രാത്രിയോടെ ഈ ബിൽഡിംഗ് പൂർണ്ണമായും കത്തിച്ചാമ്പലാവും, കൂടെ അവരും. പിന്നീട് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഇവിടെ നിന്ന് 4 ഡെഡ് ബോഡികൾ പോലീസ് കണ്ടെത്തും. അതിലൊന്ന് നീയാണെന്ന് പോലീസ് ഉറപ്പിക്കും. ഈ കൊലയ്ക്ക് പിന്നിൽ ആരാണെന്നറിയാതെ പോലീസ് നട്ടം തിരിയും. ഒടുവിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പോലീസിന് ഒരു ക്രിമിനലിനെ കൊലപാതകിയെന്ന് ചൂണ്ടിക്കാട്ടി കേസ് ക്ലോസ് ചെയ്യും. പിന്നീട് ആ ക്രിമിനലിന് ജയിലിൽ സുഖവാസം. ഒടുവിൽ കേസിന്റെ വിധി വരുമ്പോഴേക്കും ഈ പറയുന്ന ക്രിമിനൽ പോലും ജീവിച്ചിരിപ്പുണ്ടായെന്ന് വരില്ല. ആ വിധത്തിൽ ഞാൻ കാര്യങ്ങൾ എത്തിക്കും. നിന്നെയും കൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് നാട് വിടും. പോലീസിന്റെ പിടിയിൽപ്പെടാതെ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. ഇവിടെ നിന്ന് പുറത്തു കടന്ന നിമിഷങ്ങൾക്കകം നീ ഒരു മയക്കത്തിലേക്ക് പ്രവേശിക്കും. പിന്നെ നീ കണ്ണു തുറക്കുമ്പോൾ പുതിയൊരു ലോകത്തായിരിക്കും. നിനക്ക് നിന്റെ പേരോ നാടോ വീടോ ഒന്നും ഓർത്തെടുക്കാൻ പറ്റാതെ നീ മറ്റാരോ ആയി എന്നോടൊപ്പം ജീവിക്കും. അർജുൻ പറഞ്ഞത് ഞെട്ടിലൂടെയാണ് ദിശ കേട്ടു നിന്നത്. നിനക്ക് ഭ്രാന്താടാ, മുഴു ഭ്രാന്ത്. എന്നെ സ്വന്തമാക്കാൻ വേണ്ടി നീ പാവങ്ങളെ കൊല്ലുമല്ലേ? നീ എന്താ അർജുൻ, സൈക്കോ ആണോ? നിന്റെ ഒരു ആഗ്രഹവും നടക്കാൻ പോണില്ല. ഞാൻ അടക്കമുള്ള 4 പേരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി അഗസ്ത്യ സാർ ഇപ്പം ഇങ്ങോട്ട് വരും. അതോടെ അവസാനിക്കും എല്ലാം. ദിശ പറഞ്ഞത് കേട്ടതും അർജുൻ ഉറക്കെ ചിരിച്ചു. ആര്? ആ DCPയോ? അയാൾ ഒരിക്കലും ഇങ്ങോട്ട് എത്തിപ്പെടില്ല. നീ ആ ചെയിനിൻ്റെ ഉറപ്പിലാണല്ലോ ഇതൊക്കെ പറയുന്നത്. എന്നാ കേട്ടോ, അതിനകത്തുണ്ടായിരുന്ന ലൊക്കേഷൻ ട്രാക്കർ ഞാൻ നശിപ്പിച്ചു. ഇനി നിന്നെ രക്ഷിക്കാൻ DCP എന്നല്ല ആരും വരില്ല ദിശ. അതും പറഞ്ഞ് അവളിലേക്ക് മുഖം അടുപ്പിച്ചതും അവൾ മുട്ടുകാൽ മടക്കി അവൻ്റെ അടിനാഭി നോക്കി തൊഴിച്ചു. വേദനയാലെ അർജുൻ ദിശയിൽ നിന്ന് പിടിവിട്ടിരുന്നു. ദിശ അവരെ തള്ളി മാറ്റി അവിടുന്ന് ഓടി ഒരു മുറിയിൽ ചെന്ന് കഥ കടച്ചു. ഗുണ്ടകൾ അവളുടെ പിന്നാലെ ചെല്ലാനൊരുങ്ങിയപ്പോൾ അർജുൻ അവരെ തടഞ്ഞു. ആ മുറി ലക്ഷ്യം വെച്ച് നടന്നു. ഈ കാഴ്ചകളൊക്കെയും കണ്ടതും അഗസ്ത്യയുടെ മുഖം രക്തവർണ്ണമായി. പിന്നീട് സൈബർ സെൽ മുഖാന്തരം അർജുൻ്റെ സിം കാർഡിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ആര്യൻ്റെ കാൽ ശക്തിയായി ആക്സിലറേറ്ററിൽ അമർന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അർജുൻ മുറിയുടെ ഡോർ ചവിട്ടി തുറന്നു ദിശയുടെ അരികിലേക്ക് നടന്നു. അർജുൻ്റെ വരവിൽ ദിശ പിന്നിലോട്ട് ചുവടുകൾ വെച്ചു. തൻ്റെ കയ്യിൽ കിട്ടിയതൊക്കെ അവൾ അവൻ്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു. അതൊന്നും കാര്യമാക്കാതെ അർജുൻ അവളുടെ നേരെ നടന്നു. ദിശ ചുവരിൽ തട്ടി നിന്നതും അർജുൻ തൻ്റെ പോക്കറ്റിൽ നിന്നും എന്തോ ഒരു പൊടിയെടുത്ത് മൂക്കിലേക്ക് വലിച്ചു കയറ്റി വല്ലാത്ത ഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. ക്രൂരമായ ചിരിയോടെ അവളുടെ ചുരിദാറിൻ്റെ ഷോൾ വലിച്ചെടുത്തു ദൂരേക്കെറിഞ്ഞു. അവൻ്റെ പ്രവൃത്തി ദിശയെ ശരിക്കും തളർത്തി. അവനെ തള്ളി മാറ്റി ഓടാനൊരുങ്ങവേ അർജുൻ അവളിട്ടിരിക്കുന്ന ചുരിദാറിൻ്റെ തോളിൽ നിന്നും പിടിച്ചു വലിച്ചതും അവളുടെ ചുരിദാറിൻ്റെ ഷോൾഡർ അടക്കം ഒരു ഭാഗം കീറി പറിച്ചെടുത്തതും അവളുടെ ഒരു കൈയും തോളും അവന് മുന്നിൽ ദൃശ്യമായി. അവൾ തൻ്റെ കൈ വെച്ച് ശരീരഭാഗം മറച്ചു പിടിച്ചു. ക്രൂരമായ ചിരിയോട് തനിക്ക് നേരെ അടുക്കുന്ന അർജുനെ കണ്ടതും നിറഞ്ഞ കണ്ണാലെ അവൾ മുന്നോട്ട് പാഞ്ഞു. അതിനിടയിൽ ആരുടെയോ ദേഹത്ത് തട്ടി അവൾ വീഴാൻ പോയതും ബലിഷ്ഠമായ കരങ്ങൾ അവളെ വീഴാതെ പിടിച്ചു നിർത്തി. ഗുണ്ടകളിൽ ആരെങ്കിലും ആയിരിക്കും എന്ന തോന്നലിൽ ദിശ പേടിയോടെ തല ഉയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്നത് അഗസ്ത്യയാണെന്ന് കണ്ടതും അവൾ കരച്ചിൽ വന്നു. മറുത്തൊന്നും ചിന്തിക്കാതെ അവൾ അവനെ ഇറുകെ പുണർന്നു. തിരികെ അവൻ്റെ കൈകൾ അവളിൽ ഒരു തലോടലായി പതിഞ്ഞു. അവളുടെ വസ്ത്രം കീറി പറഞ്ഞത് കണ്ടതും അവൻ അർജുനെ ദഹിപ്പിച്ചു നോക്കി. അവൾ അവനെ തന്നിൽ നിന്നും അടർത്തി മാറ്റി താഴെ വീണ് കിടക്കുന്ന അവളുടെ ഷോൾ എടുത്ത് അവളുടെ തോളും മറയും വിധം പുതപ്പിച്ചു കൊടുത്തു. അവളെ ഒരു ഭാഗത്ത് നിർത്തി. അഗസ്ത്യയുടെ വരവിൽ ക്ഷുഭിതനായ അർജുൻ ഈ രംഗം കണ്ടതും സഹിക്കാനായില്ല. അർജുൻ ഇരുമ്പ് വടിയെടുത്ത് അഗസ്ത്യയുടെ നേരെ തിരിഞ്ഞു. അർജുൻ്റെ പ്രവൃത്തി അഗസ്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അർജുൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അഗസ്ത്യ തൻ്റെ ഗണ്ണെടുത്ത്
അർജുൻ്റെ കാൽ നോക്കി ഷൂട്ട് ചെയ്തു. അർജുൻ വേദന കൊണ്ട് പൊളഞ്ഞു തറയിലേക്ക് ഊർന്നു വീണു. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു. ആര്യനും ശാലിനും ബാക്കി പോലീസുകാരും ഗുണ്ടകളേക്ക് അടിച്ചു വീഴ്ത്തി. ഇവൾക്ക് വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്തത്? ഇവൾ എൻ്റെ പെണ്ണാ. ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചത് നിനക്കറിയില്ല എന്നുണ്ടോ? നിന്നെ പോലൊരുത്തന് ഇവളെ ഞാൻ വിട്ടിരുന്ന് തോന്നുന്നുണ്ടോ? ദിശയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഗസ്ത്യ അർജുന് നേരെ ചോദ്യം ഉന്നയിച്ചു. അഗസ്ത്യ പറഞ്ഞത് കേട്ടതും ദിശയുടെ ഉള്ളിൽ ഹിമകണങ്ങൾ പൊടിഞ്ഞു. അഗസ്ത്യയുടെ വാക്കുകൾ പകയെരിയുന്ന കണ്ണുകളോട് അർജുൻ നോക്കി നിന്നപ്പോൾ ദിശയുടെ കണ്ണുകൾ അഗസ്ത്യയിൽ മാത്രമായിരുന്നു. ഈ കാഴ്ച അർജുനെ ഭ്രാന്തനാക്കി. കുറച്ച് ദൂരെയായി വീണ് കിടക്കുന്ന ഗൺ എടുക്കാനായി അർജുൻ ഏന്തി വലിഞ്ഞു. അഗസ്ത്യയുടെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. ഒരു തരം ചിരിയോട് അഗസ്ത്യ തൻ്റെ ഗൺ അവന് നേരെ ചൂണ്ടി. ഇതൊന്നും അറിയാതെ ദിശ അപ്പോഴും അഗസ്ത്യയെ നോക്കി നിൽപ്പുട്ടെ. അഗസ്ത്യ ദിശയെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു. കാഴ്ചയെ മറച്ചുകൊണ്ട് അവൻ അവളുടെ മുഖം തൻ്റെ നെഞ്ചിലേക്ക് പൂഴ്ത്തി. അർജുൻ്റെ ഇരു കൈയിലും കാലിലും ബുള്ളറ്റുകൾ തുളച്ചു കയറി. ആദ്യത്തെ വെടിവെച്ച് കേട്ടതും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ദിശ തല ഉയർത്താൻ നോക്കി. എന്നാൽ അവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് 2 തവണ വെടിവെച്ച് കേട്ടതും അവൾ കണ്ണ് ഇറുക്കിയടച്ചു. അവൻ ആഞ്ഞു പുലുകി. ഷർട്ടിൻ്റെ മുകളിലത്തെ 3 ബട്ടൺ തുറന്നു കിടപ്പുണ്ടായിരുന്നു. ഏതോ ഒരു ഉൾപ്രേരണയാലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വളരെ നേർമയായി ചുംബിച്ചു. പിന്നീട് സ്വബോധത്തിലേക്ക് വന്നപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന് അവൾക്ക് ബോധോദയം വരുന്നത്. അർജുനെയും ഗുണ്ടകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് പിന്നാലെ 3 പെൺകുട്ടികളുമായി ആംബുലൻസ് കുതിച്ചു പാഞ്ഞു. മീഡിയക്കാർ സംഭവം അറിഞ്ഞു അവിടെ തടിച്ചുകൂടി. ദിശയും ചേർത്ത് പിടിച്ചു പോകുന്ന അഗസ്ത്യയെ മീഡിയ വളഞ്ഞു. എല്ലാം വൈകുന്നേരത്തെ പ്രസ് മീറ്റിൽ അറിയിക്കും എന്ന് പറഞ്ഞ അഗസ്ത്യ ദിശയുമായി തൻ്റെ വണ്ടിയിൽ കയറി. അവളുടെ നെറ്റിയിലെ മുറിവിലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടു. അടുത്ത നിമിഷം അവൻ തൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ഇരുവരും പരസ്പരം ഒന്നും വേണ്ടിയില്ല. എത്ര വേണ്ടെന്ന് വെച്ചാലും അവളുടെ കണ്ണുകൾ അവളെ പിന്നെയും പറ്റിക്കും. അവളുടെ കണ്ണുകൾ അവനിൽ മാത്രം ഒതുങ്ങിയപ്പോൾ ഇതൊന്നും അറിയാതെ അഗസ്ത്യ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ചെലുത്തി. ദിശയുമായി അവൻ നേരെ ചെന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവളെ ഹോസ്പിറ്റലിലാക്കി വീട്ടുകാരെ വിവരം അറിയിച്ചു. വീട്ടുകാർ വന്നതും അഗസ്ത്യ അവിടെ നിന്ന് നേരെ പോയി പ്രസ് മീറ്റിൽ പങ്കെടുത്തു. ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൻ പ്രവർത്തകർക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. യഥാർത്ഥ പ്രതി അർജുനാണെന്ന് അറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് ലോ കോളേജ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ലോ കോളേജ് മിസ്സിംഗ് സീരീസിലെ യഥാർത്ഥ പ്രതിയെ അതിവിദഗ്ധമായി കുടുക്കിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സർക്കാർ അഭിനന്ദിച്ചു. വരും ദിവസങ്ങൾ കൊണ്ട് കേസ് തെളിയിച്ചു. കേരള പോലീസിന് അഭിമാനമായ DCP അഗസ്ത്യ അന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു. ഈ സംഭവത്തിലൂടെ വെറും മണിക്കൂറുകൾ കൊണ്ട് പിടക്കോഴികളുടെ നെഞ്ചിനകത്ത് കൂടൊരുക്കി DCPയുടെ ഇൻസ്റ്റാഗ്രാം ID തപ്പി പെൺപിള്ളേർ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കയറി ഇറങ്ങി. അഗസ്ത്യ എന്ന പേരിൽ അങ്ങനെ കൂടുതൽ അക്കൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പെൺപിള്ളേർക്ക് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പിറ്റേന്ന് യൂട്യൂബിലെ ന്യൂസ് ചാനലിൽ വന്ന വീഡിയോയ്ക്ക് കീഴെയുള്ള കമൻസ് വായിച്ച് കുശുമ്പ് കുത്തിയിരിക്കുകയാണ് ദിശ. അന്ന് സമാധി സംഭവത്തിൽ ക്രഷടിച്ച പിടക്കോഴി കമൻറ്റോളുകളുടെ കൂട്ടത്തിൽ താനും ഉണ്ടായിരുന്നു എന്ന് പോലും മറന്നുകൊണ്ട് അവൻ പെൺപിള്ളേരെ പ്രാഗിക്കൊന്നു. ഇരുവരും ഒരുമിച്ചുണ്ടായ നിമിഷങ്ങൾ ഓരോന്നായി അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. തനിക്കിതെന്താ പറ്റിയേ? ഛേ! അവൾ സ്വയം നെറ്റിക്കടിച്ചുകൊണ്ട് അവൻ്റെ മുഖം മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. ഇന്നലെ തന്നെ ഹോസ്പിറ്റലിലാക്കി പോയതാണ് ആള്. പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. അല്ലെങ്കിൽ ഞാൻ ആരല്ലേ? ഈ കേസ് തെളിയിക്കാൻ വേണ്ടി പോലീസിനെ സഹായിച്ച വെറും ഒരു ലോ കോളേജ് സ്റ്റുഡൻറ്റ്. ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് കുറച്ചധികം ഫ്രീഡം തന്നു. പിന്നെ തൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്നത് അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതല്ലേ? എന്നിട്ടും തൻ്റെ മനസ്സെന്താ അവനെ കാണാൻ ആഗ്രഹിക്കുന്നത്? വേണ്ട, ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. തൻ്റെ ലക്ഷ്യം അതല്ലല്ലോ. ദിശ തൻ്റെ മനസ്സിനെ പറഞ്ഞു തിരുത്തി. പേഷ്യൻ്റ് ബെഡിൽ കിടന്നുകൊണ്ട് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന നേരത്താണ് മുറിയുടെ ഡോർ തുറന്ന് അച്ഛനും അഗസ്ത്യയും വരുന്നത്. കാണാൻ ആഗ്രഹിച്ച ആളെ പെട്ടെന്ന് കണ്ടപ്പോഴുണ്ടാകുന്ന ഒരുതരം അവസ്ഥയിലായിരുന്നു ദിശ. പോലീസ് യൂണിഫോമിലായിരുന്നു അവൻ. അവൾ അവനെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. എന്നാൽ അവൻ അച്ഛനോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. അവളെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇടയിൽ എപ്പോഴോ സംസാരത്തിനിടയിൽ അവൻ്റെ നോട്ട് അവളെ തേടിയെത്തി. അന്നേരം അവൾ അവനെ നോക്കി ചിരിച്ചുവെങ്കിലും അവൻ കണ്ട ഭാവം നടിക്കാതെ പിന്നെയും അച്ഛനുമായി സംസാരിച്ചു. പ്ലിങ്ങിയതിൻ്റെ ചമ്മലും കുഞ്ഞു വേദനയും കാരണം അവൾ അവനെ ശ്രദ്ധിക്കാതെ മുഖം വീർപ്പിച്ച് തിരിഞ്ഞു കിടന്നു. ഹലോ, ഇപ്പം എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? അഗസ്ത്യയുടെ ശബ്ദം കേട്ടിട്ടാണ് ദിശ തിരിഞ്ഞു നോക്കിയത്. മുറിയിൽ അച്ഛനും അമ്മയും ഇല്ലെന്ന് കണ്ടതും അവൾ താല്പര്യമില്ലാത്ത മട്ടിലൊന്നും മൂളി. നീ ഫുഡ് കഴിച്ചോ?
അവളുടെ അരികിലേക്ക് ചെയർ നീക്കി വെച്ച് അതിലിരുന്നുകൊണ്ട് അഗസ്ത്യ ചോദിച്ചു. ഇല്ല. അതെന്തേ കഴിക്കാഞ്ഞേ? ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞല്ലോ. എനിക്ക് വേണ്ട, അത്ര തന്നെ. അല്ല, ഞാൻ കഴിച്ചാലും ഇല്ലെങ്കിലും സാറിനെന്താ? മാഡം ചൂടിലാണെന്ന് തോന്നുന്നു. എന്താണാവോ കാര്യം? അറിഞ്ഞിട്ടിപ്പം എന്തിനാ? സാറൊന്ന് പോയേ. ഞാൻ പോവാൻ തന്നെയാ വന്നേ. എന്നാ പോയിക്കൂടെ? മനുഷ്യന്മാർക്ക് ഇത്രയ്ക്കും ജാട പാടില്ല. ഒന്നുമില്ലേലും ഇന്നലെ സ്വന്തം ജീവൻ പണയം വെച്ചല്ലേ ഞാൻ സാറിനെ കേസ് തെളിയിക്കാൻ സഹായിച്ചത്. എന്നിട്ട് ക്രെഡിറ്റ് മുഴുവൻ സാറിനും. ഇപ്പോൾ സാറിന് നമ്മളെയൊന്നും കണ്ണിന് പിടിക്കില്ല. മനുഷ്യൻ ചത്തോ ജീവിച്ചോ എന്നറിയാൻ പോലും ഈ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ? ഇല്ല. പോട്ടെ, തിരക്കുള്ള പോലീസ് ഓഫീസറല്ലേ, നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. അതിനിടയിൽ ഈ പാവത്തിൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ സമയം കിട്ടി കാണില്ല. പക്ഷേ ഒരാളൊന്ന് ചിരിച്ചാൽ തിരിച്ചു ചിരിക്കാനുള്ള സമയം പോലില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല. ദിശ കലിപ്പിലാണ്. ഓ, അതാണോ കാര്യം? നീ നേരത്തെ ചിരിച്ചായിരുന്നോ? ഞാൻ കണ്ടില്ല. കള്ളം, ഞാൻ ചിരിച്ചത് സാറ് കണ്ടോ എന്നതേ ഞാൻ ശരിക്കും കണ്ടതാ. ശരി, എന്നാ ഞാനിപ്പോൾ ചിരിക്കട്ടെ? അഗസ്ത്യയുടെ പറച്ചിൽ കേട്ടപ്പോൾ അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. ചുണ്ട് കൂർപ്പിച്ച് അവൾ അവനെ നോക്കിയതും അവന് ചിരി വന്നു. അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കാണവേ പിന്നെ അവൾ അവനെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. അവളുടെ മുഖത്തിന് നേരെ അവൻ വിരൽ ഞൊടിച്ചപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വരുന്നത്. നിർബന്ധമാണെങ്കിലേ ഞാൻ നിനക്ക് കുറച്ച് ക്രെഡിറ്റ് പൊതിഞ്ഞു തരട്ടെ. വീട്ടിൽ കൊണ്ടുപോയി ഉപ്പിലിട്ട് വെച്ചാൽ മതി. അഗസ്ത്യ തമാശ രൂപേണ പറഞ്ഞതും അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. നിന്നെ എന്ത് കണ്ടിട്ടാ എന്തോ ആ സൈക്കോ അർജുൻ പ്രേമിച്ചത്. ഒരു കണക്കിന് അവൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അഗസ്ത്യ പിന്നെയും അവളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്നു. അല്ല, ഈ പെൺപിള്ളേരൊക്കെ എന്ത് കണ്ടിട്ടാ ക്രഷടിച്ചു എന്നൊക്കെ പറയുന്നേ? ഞാൻ നോക്കിയിട്ട് അതിന് മാത്രം ഒന്നും കണ്ടതുമില്ല. ആകെ ഉള്ളത് ഉരുട്ടിക്കയറ്റി വെച്ചിരുന്ന മസിലാണ്. ദിശയുടെ പറച്ചിൽ കേട്ട് അവൻ അവളെ ദഹിപ്പിച്ചു നോക്കി. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുപോയി. വിവാഹ തീയതി ഉറപ്പിച്ചതും ഇരു വീട്ടിലും ആഘോഷങ്ങൾ തുടങ്ങി. കരാർ പ്രകാരം അഗസ്ത്യ ദിശയ്ക്ക് പണം കൈമാറി. ദിയക്കുള്ള സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ദിശയും ദിയയും വീട്ടുകാരും. ദിശ തൻ്റെ ചേച്ചിയോടും വീട്ടുകാരോടും പറഞ്ഞിരിക്കുന്നത് സ്വർണം വാങ്ങിക്കുന്നത് അഖിലാണെന്നാണ്. കുറച്ചു കഴിഞ്ഞതും അഖിലും അഗസ്ത്യ അങ്ങോട്ട് വന്നു. ഒരു കമ്പനിക്ക് വേണ്ടി അഗസ്ത്യയും കൂടി പൊക്കിക്കൊണ്ട് വന്നതാണ് അഖിൽ. അച്ഛനും അമ്മയും ദിശയും ദിയയും സ്വർണ്ണം നോക്കുന്നുണ്ട്. അഖിലിനെയും അഗസ്ത്യയും കണ്ടതും ദിശ അവർക്കരികിലേക്ക് നടന്നു. എന്നാ അഖിലേട്ടൻ ചെല്ലി, സാറിന് ഞാൻ കമ്പനി കൊടുത്തോളാം. സാറോ? ആരുടെ സാർ? സാറോ? ആരുടെ സാർ? കെട്ടാൻ പോണ പയ്യനെ സാറെന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. ഞാനത് ഇവളോട് പറഞ്ഞതാ. അഖില് പറഞ്ഞതും അതിനിടയിൽ അഗസ്ത്യ ഗോളടിച്ചു. ആര് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു എന്ന പോലെ ദിശ അഗസ്ത്യയെ നോക്കി. എന്നാ ഇപ്പം തന്നെ ആ പരാതി തീർത്തേക്കാം. ഞാനിനി സച്ചുവേട്ടനെ സാറെന്ന് വിളിക്കുകയില്ല. സന്തോഷമായില്ല സച്ചുവേട്ട? ദിശയും വിട്ടില്ല. പിന്നെ സന്തോഷമായി, പെരുത്ത് സന്തോഷമായി, അഗസ്ത്യ വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. അതാണ്. എന്നാ അഖിലേട്ടൻ ചെല്ലി, ചേച്ചി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദിശ പറഞ്ഞത് കേട്ട് അഖിൽ ചെറുചിരിയാലെ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങി. ശേഷം വീണ്ടും ദിശയ്ക്ക് നേരെ തിരിഞ്ഞു. ആ ദിശ, ശരിക്കും നീ നിന്റെ കിഡ്നി വിറ്റോ? ഇത്രയും ക്യാഷ് ഒപ്പിച്ചപ്പോൾ അതിൻ്റെ സോഴ്സ് അറിയാനൊരാഗ്രഹം, അതുകൊണ്ട് ചോദിച്ചതാ. അഖിലേട്ടൻ ആരോടും പറയില്ലേ? ഞാൻ ആ സത്യം തുറന്നു പറയാം. ദിശയുടെ ആ പറച്ചിൽ അഗസ്ത്യയെ ഞെട്ടിച്ചു. അഖിലേട്ട, ഞാൻ എൻ്റെ കിഡ്നി മാത്രമല്ല ലിവറും കൂടി വിറ്റു. സ്വീകർത്താവ് ഒരു പാവം വേദനിക്കുന്ന കോടീശ്വരനും. എൻ്റെ അവസ്ഥ മനസ്സിലാക്കി അങ്ങേരെ എനിക്ക് 60 ലക്ഷം രൂപയല്ലേ എടുത്തു തന്നെ. ഓപ്പറേഷൻ വൈകാതെ നടക്കും. കഷ്ണം പോയ കരളും ഒറ്റ കിഡ്നിയുമായി ഞാനിനി എത്ര നാൾ ജീവിക്കുമെന്തോ. ഞാൻ മരിച്ച അഖിലേട്ടൻ്റെ അനിയൻ എൻ്റെ ഒപ്പം മരിക്കുമോ എന്നാണ് എൻ്റെ പേടി. ഓ, പിന്നെ ഞാനങ്ങ് വിശ്വസിച്ചു. എടാ സച്ചു, സംതിങ് വിഷി, ഞാൻ കണ്ടുപിടിച്ചോളാം. അതും പറഞ്ഞ അഖിൽ ഇരുവരെയും വല്ലാത്ത ഭാവത്തിൽ നോക്കി അവിടെ നിന്ന് പോയി. അവനെന്താ പറഞ്ഞിട്ട് പോയേ? എടാ സച്ചു, സംതിങ് വിഷി, ഞാൻ കണ്ടുപിടിച്ചോളാന്ന്. അഗസ്ത്യയുടെ ചോദ്യത്തിന് പിന്നാലെ ദിശയുടെ മറുപടി വന്നു. ദിശ പറഞ്ഞത് കേട്ടതും അഗസ്ത്യ അവളെ ദഹിപ്പിച്ചു നോക്കി. അങ്ങനെ തന്നെയാണല്ലോ അഖിയേട്ടൻ പറഞ്ഞേ. അതല്ല അവൻ പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവന് നമ്മളെ സംശയമുണ്ടെന്ന്. ആന്നോ? അതിനകത്ത് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നോ? ഷോ, അല്ല പിന്നെ. അവൻ്റെ സംശയം ഉറപ്പിക്കുന്ന തരത്തിൽ നിന്റെ ഓവർ ആക്ടിങ്
കുറച്ച് റൊമാൻറ്റിക്കായി അവൻ്റെ സംശയത്തെ വഴി തിരിച്ചു വിടണം. നിങ്ങൾ വന്നേ. അഗസ്ത്യ അവളുടെ കൈയും പിടിച്ചു അവരുടെ മുന്നിൽ കൂടി നടന്നു. ദിഷയെ ചേർത്ത് പിടിച്ച് നടക്കുന്ന അഗസ്ത്യയെ അഖിൽ നോക്കി നിന്നു. നിങ്ങൾ എന്തിനാ അവരെ നോക്കുന്നത്? അല്ലേലും നിങ്ങളുടെ അനിയൻ റൊമാൻസിൽ നിങ്ങളെക്കാൾ ഒരു പടി മുന്നില്ല. പെണ്ണ് കാണാൻ വന്ന അന്ന് തന്നെ ഫ്രഞ്ചല്ലടിച്ചേ. അഖിലിന് മാത്രം കേൾക്കാൻ പാകത്തിൽ ദിയ പറഞ്ഞതും എവിടെയോ എന്തോ തകരാറ് പോലെ എന്ന് മനസ്സിൽ പറഞ്ഞ അഖിൽ അവരുടെ പോക്ക് നോക്കി നിന്നു.